ഹലോ ഫ്രണ്ട്സ്, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നവരെ രക്ഷിക്കുന്നത് മുതൽ ഭൂകമ്പത്തിൽ നിന്നും ഉരുൾപൊട്ടലിൽ നിന്നും വരെ നമ്മളെ രക്ഷിക്കാൻ പറ്റിയ പല കണ്ടുപിടുത്തങ്ങളും ലോകമെമ്പാടും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കുറച്ച് ഉപകരണങ്ങൾ കണ്ടു നോക്കാം ഈ വീഡിയോയിൽ. നമ്പർ 1, എർത്ത് കേക്ക് പ്രൂഫ് ടേബിൾ. ലോകമെമ്പാടും കോടിക്കണക്കിന് കുട്ടികളാണ് ദിവസവും ഭൂകമ്പത്തെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നത്. ഭൂകമ്പം വന്നാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതാണ് മേശയുടെ അടിയിൽ കയറുക എന്നത്. അതിന് ബലമില്ലാത്ത മേശകൾക്ക് പകരം കണ്ടുപിടിച്ചതാണ് ഈ ഹൈടെക് മേശ. കാണാൻ ഒരു സാധാരണ മേശ പോലെ ഇരിക്കുമെങ്കിലും 1 ടൺ വെയിറ്റ് വരെ താങ്ങാൻ ഇതിന് സാധിക്കും. എന്നാൽ സാധാരണ മേശയുടെ വെയിറ്റ് മാത്രമേ ഇതിനുള്ളൂ എന്നതുകൊണ്ട് 2 കുട്ടികൾക്ക് സുഖമായി ഇത് എടുത്തുകൊണ്ട് നടക്കാൻ സാധിക്കും. ഭൂകമ്പ സാധ്യത കൂടുതലുള്ള രാജ്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിടിലൻ കണ്ടുപിടുത്തം തന്നെയാണിത്. നമ്പർ 2, സ്ലൈഡർ. വലിയ കെട്ടിടങ്ങളിൽ എന്തെങ്കിലും എമർജൻസി സംഭവിച്ചാൽ തിക്കും തിരക്കും കാരണം ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വളരെയധികം പ്രയാസമായിരിക്കും. അതിനു പറ്റിയ ഒരു സൊല്യൂഷനാണ് ഇത്തരം സ്ലൈഡറുകൾ. വെറും 6 സെക്കൻഡിൽ ആക്ടിവേറ്റ് ആകുന്ന ഇവ കൊണ്ട് മിനിറ്റിൽ 30 പേർക്ക് വരെ താഴെ ഇറങ്ങാൻ സാധിക്കും. നിലവിൽ ഇത് കെട്ടിടങ്ങളുടെ 4ാമത്തെ നില വരെ ഉപയോഗിക്കാൻ സാധിക്കൂ. നമ്പർ 3, ഡെബ്രീസ് ബാരിയർ. ലോകത്തിന്റെ പല ഭാഗത്തും സംഭവിക്കുന്നതാണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും അതിനോടൊപ്പം ഉണ്ടാകുന്ന വലിയ നാശനഷ്ടങ്ങളും. ഇതൊരു പരിധിവരെ തടയാൻ വേണ്ടി സ്വിറ്റ്സർലാൻഡിൽ ഉപയോഗിക്കുന്നതാണ് ഈ കൂറ്റ നെറ്റുകൾ. വെറും 3 പീസുകൾ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ നെറ്റിന് 12,000 കുബിക് മീറ്റർ വരെയുള്ള കല്ലും മണ്ണുകളും താങ്ങാനുള്ള ശേഷിയുണ്ട്. ആവശ്യാനുസരണം ഇത് പല നീളത്തിൽ നിർമ്മിക്കാനാവുന്നു. നമ്പർ 4, റോക്ക് ഫാൾ പ്രൊട്ടക്ഷൻ സിസ്റ്റം. ഫിലിപ്പീൻസിലുള്ള മക്കാഫ്രീ എന്ന കമ്പനിയും ഇപ്പോൾ കണ്ട ഒരുതരം നെറ്റാണ് ഉണ്ടാക്കുന്നത്. കല്ലുരുണ്ട് വീഴാൻ സാധ്യതയുള്ള റോഡുകളുടെ സൈഡിലാണ് ഇവർ നെറ്റ് കെട്ടുന്നത് എന്ന് മാത്രം. മണ്ണിടിച്ചിൽ കാരണം റോഡ് ഗതാഗതം തടസ്സപ്പെടുന്നത് ഫിലിപ്പീൻസിലെ മലനിരകളിലെ ഒരു സ്ഥിരം കാഴ്ചയാണ്. അതൊഴിവാക്കാൻ വേണ്ടിയാണ് വളരെ വിപുലമായ രീതിയിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ റോഡിൽ ഇത്തരം നെറ്റ് കൊടുത്തിരിക്കുന്നത്. കല്ലുകൾ ഉരുണ്ടു വീഴുന്നത് തടയുക മാത്രമല്ല, ഈ നെറ്റുകൾക്കിടയിലൂടെ ചെടികൾ വളരുന്നത് മൂലം മണ്ണിനെ കൂടുതൽ ബലമുള്ളതാക്കാനും സാധിക്കുന്നു. നമ്പർ 5, ലൈൻ ത്രോവർ. ചെറിയൊരു വീപ്പക്കുറ്റി പോലെ ഇരിക്കുന്ന ഈ ഉപകരണം റെസ്ക്യൂ ഓപ്പറേഷൻ ഒക്കെ നടക്കുമ്പോൾ കയറും കേബിളും ഒക്കെ വലിയ ദൂരങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. 300 മീറ്റർ വരെ ഇത് ഉപയോഗിച്ച് കേബിൾ എത്തിക്കാൻ സാധിക്കും. ഇത് പോകുന്ന വഴി അറിയാൻ വേണ്ടി ഇതിന്റെ പുറകെ പുക പോകുന്ന ഒരു സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഒരാൾക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ആവശ്യമായ സാധനങ്ങൾക്ക് വേണ്ട ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിനനുസരിച്ചാണ് ഇതും ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്പർ 6, ആന്റി ടാനിക്. ഇൻസ്റ്റന്റ് റിലീഫ് എന്ന ഈ ലൈഫ് ബോട്ട് ഐഡിയ 3 കപ്പലിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. വാഫുകൾ പോലെയുള്ള ഇതിന്റെ ഡിസൈൻ ഉപയോഗിച്ച് പരമാവധി ആൾക്കാരെ രക്ഷിക്കാൻ സാധിക്കും. ഇതുണ്ടായിരുന്നെങ്കിൽ ടൈറ്റാനിക് പോലെ ഒരു അപകടം ഉണ്ടാകില്ല എന്ന അർത്ഥത്തിലാണ് ഇതിന് ആന്റി ടാനിക് എന്ന പേരിട്ടത്. നമ്പർ 7, ഫൈൻഡർ. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവശിഷ്ടങ്ങൾക്കടിയിൽ അകപ്പെട്ടു പോകുന്ന മനുഷ്യരെ കണ്ടുപിടിക്കാനാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. റഡാർ ടെക്നോളജി ഉപയോഗിച്ച് കോൺക്രീറ്റിന്റെ അടിയിൽ 6 മീറ്റർ ദൂരത്തിൽ വരെ കിടക്കുന്ന മനുഷ്യരെ ഹൃദയമിടി പറയാൻ ഇതുകൊണ്ട് സാധിക്കുന്നു. നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയാണ് ഇത് കണ്ടുപിടിച്ചത്. നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ആളുകളെ രക്ഷിക്കാനും ഇത് ഉപയോഗിച്ചിരുന്നു. നമ്പർ 8, ഫ്ലഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം. അമേരിക്കയിലൊക്കെ വെള്ളപ്പൊക്കം വരാൻ പോവുകയാണ് എന്ന് തോന്നിയാൽ വീടുകളും കടകളും ഒക്കെ സംരക്ഷിക്കാൻ പറ്റിയ സർവീസുകളുണ്ട്. ലൈറ്റായ പാനലും ഷീറ്റുകളും ഉപയോഗിച്ച് വെള്ളം ഒരു തുള്ളി പോലും അകത്തേക്ക് കടക്കാത്ത രീതിയിൽ ആവശ്യമുള്ള എല്ലാ സ്ഥലങ്ങളും ഇവർ കവർ ചെയ്യുന്നു. അതും വളരെ സിമ്പിളായി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. നമ്പർ 9, ഫ്ലഡ് വർക്ക്സ്. വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മറ്റൊരു ഉപകരണമാണിത്. 4 അടി നീളമുള്ള പല ബ്ലോക്കുകൾ ചേർത്ത് അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചു വെച്ചാൽ 1 അടി വരെയുള്ള വെള്ളത്തിനെ തടയാൻ സാധിക്കും. അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഒഴുക്ക് മാറ്റിവിടാനും ഇതുകൊണ്ട് സാധിക്കുന്നു. നമ്പർ 10, സേഫ് ബാഗ്. ഇതാണ് സേഫ് ബാഗ് XBX. മഞ്ഞിനടിയിൽ പെട്ടുപോകുന്നവർക്ക് ഓക്സിജൻ സപ്ലൈ നൽകാനായി ലോകത്തിൽ കണ്ടുപിടിച്ച ആദ്യത്തെ ബാക്ക് പാക്കാണിത്. ഇതുണ്ടെങ്കിൽ മഞ്ഞിനടിയിൽ പെട്ടുപോയാലും 90 മിനിറ്റ് വരെ ശ്വാസം മുട്ടാതെ ഓക്സിജൻ സപ്ലൈ കിട്ടുന്നുണ്ടാവും. മാത്രമല്ല, കാർബൺ ഡയോക്സൈഡും നീക്കം ചെയ്യുന്നു. -30 ഡിഗ്രി സെൽഷ്യസ് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്ററികളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 1 കിലോ പോലും ഭാരമില്ലാത്ത ഇത് ഒരു ബാക്ക് പാക്കിന്റെ കൂടെ അല്ലാതെ തന്നെ സിമ്പിളായി ധരിക്കാവുന്നതാണ്. അതിന്റെ സൈഡിൽ ഒരു സ്ട്രാപ്പ് വലിച്ചു കഴിയുമ്പോൾ ഒരു മോട്ടോർ പ്രവർത്തിച്ച് ചുറ്റുവട്ടത്തിൽ നിന്നും ഓക്സിജൻ എടുത്ത് മുകൾ ഭാഗത്തേക്ക് സപ്ലൈ ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്പർ 11, കിഞ്ചി. ലോകമെമ്പാടും ഓരോ വർഷവും മുങ്ങി മരിക്കുന്നവരുടെ എണ്ണം കൂടുകയല്ലാതെ കുറയുന്നില്ല. അത് കുറയ്ക്കുന്നതിനായാണ് കിഞ്ചി എന്ന ഈ ഉപകരണം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഡൈവിംഗ് ചെയ്യുന്നവർക്ക് കയ്യിൽ കെട്ടാവുന്ന ഇത് ഒറ്റ സ്വിച്ച് ഞെക്കി കഴിയുമ്പോൾ തന്നെ വലുതാവുന്നു. ഇത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും എന്നത് മാത്രമല്ല, ഇതിനോട് ഒരു കോമ്പസും വിസിലും നൽകുന്നു. ഇത് ഡൈവേഴ്സിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കണ്ടുപിടുത്തമാണ്. അപ്പോൾ ഈ കണ്ടുപിടുത്തങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.